ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. മോക്ക് ടെസ്റ്റ് പി എസ് സിയുടെ പുതിയൊരു കറണ്ട് അഫെയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഫെബ്രുവരി മാസത്തിലെ പാർട്ട് 1 കറണ്ട് അഫെയർ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തായിരുന്നു. അത് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് 2025 ഫെബ്രുവരി മാസത്തിലെ സെക്കൻഡ് പാർട്ട് കറണ്ട് അഫെയർ വീഡിയോ ആണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: ലോകത്തിലെ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റിന്റെ പേരെന്താണ്? ലോകത്തിലെ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ, ലിഗ്നോസാറ്റ്. ലോകത്തിലെ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റ് ആണ് ലിഗ്നോസാറ്റ്. ജപ്പാനാണ് ഇത് വികസിപ്പിച്ചത്. ലോകത്തിലെ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റ് ലിഗ്നോസാറ്റ് വികസിപ്പിച്ച രാജ്യം ജപ്പാൻ. അടുത്ത ചോദ്യം: 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 17 മിനിറ്റോളം കത്തിജ്വലിച്ച ചൈനയുടെ കൃത്രിമ സൂര്യന്റെ പേരെന്താണ്? 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 17 മിനിറ്റോളം കത്തിജ്വലിച്ച ചൈനയുടെ കൃത്രിമ സൂര്യന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഈസ്റ്റ് എന്നാണ് ചൈനയുടെ കൃത്രിമ സൂര്യന്റെ പേര്. ഈസ്റ്റിന്റെ ഫുൾ ഫോം എക്സ്പെരിമെന്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിംഗ് ടോക്കാമാക്. എക്സ്പെരിമെന്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിംഗ് ടോക്കാമാക് ഈസ്റ്റ് എന്നാണ് ചൈനയുടെ കൃത്രിമ സൂര്യന്റെ പേര്. ഇത് ന്യൂസിൽ ഇടം പിടിക്കാൻ കാരണം 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 17 മിനിറ്റോളം കത്തിജ്വലിച്ച ചൈനയുടെ കൃത്രിമ സൂര്യന്റെ പേരാണ് ഈസ്റ്റ്. എക്സ്പെരിമെന്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിംഗ് ടോക്കാമാക് ഈസ്റ്റ്. അടുത്ത ചോദ്യം: രാകേഷ് ശർമ്മയ്ക്ക് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയ്ക്ക് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാൻ ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ശുഭാൻ ശുക്ലയാണ്. ആക്സിയം 4 എന്ന അമേരിക്കൻ ദൗത്യത്തിനോടനുബന്ധിച്ചാണ് ശുഭാൻ ശുക്ല ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത്. ആക്സിയം 4ന്റെ മിഷൻ പൈലറ്റാണ് ശുഭാൻ ശുക്ല. ആക്സിയം 4 ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റാണ് ശുഭാൻഷു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാൻ ശുക്ല. അടുത്ത ചോദ്യം: ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തിന്റെ മാതൃകയിൽ പ്രത്യേക സാമ്പത്തിക മേഖല വികസനം വരുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ്? ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തിന്റെ മാതൃകയിൽ പ്രത്യേക സാമ്പത്തിക മേഖലാ വികസനം വരുന്ന കേരളത്തിലെ തുറമുഖം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വിഴിഞ്ഞം തുറമുഖം. ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തിന്റെ മാതൃകയിൽ പ്രത്യേക സാമ്പത്തിക മേഖലാ വികസനം വരുന്ന കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. അടുത്ത ചോദ്യം: 2025 ലോക പുസ്തകമേളയുടെ വേദി എവിടെയാണ്? 2025 ലോക പുസ്തകമേളയുടെ വേദി എവിടെയാണെന്നാണ് ചോദ്യം. ആൻസർ ന്യൂഡൽഹിയാണ്. 2025 ലോക പുസ്തകമേളയുടെ വേദി ന്യൂഡൽഹിയാണ്. എന്താണ് തീം? തീം റിപ്പബ്ലിക് അറ്റ് 75. റിപ്പബ്ലിക് അറ്റ് 75 ആണ് തീം. വേദി ന്യൂഡൽഹി. അടുത്ത ചോദ്യം: ഇന്ത്യൻ റിനൈസൻസ് ദ മോഡി ഡിക്കേഡ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തത് ആരാണ്? ഇന്ത്യൻ റിനൈസൻസ് ദ മോഡി ഡിക്കേഡ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. ആൻസർ അമിത്ഷാ. ഇന്ത്യൻ റിനൈസൻസ് ദ മോഡി ഡിക്കേഡ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തത് അമിത്ഷായാണ്. എഡിറ്റഡ് ബൈ ഐശ്വര്യ പണ്ഡിറ്റ്. എഡിറ്റ് ചെയ്തത് ഐശ്വര്യ പണ്ഡിറ്റ്. ഇന്ത്യൻ റിനൈസൻസ് ദ മോഡി ഡിക്കേഡ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തത് അമിത്ഷാ. എഡിറ്റ് ഐശ്വര്യ പണ്ഡിറ്റ്. അടുത്ത ചോദ്യം: 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് ആരാണ്? 38ാമത്തെ ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് സാജൻ പ്രകാശ് ഈസ് റൈറ്റ് ആൻസർ. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് സാജൻ പ്രകാശ് ആണ്. 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 100 മീറ്റർ ബട്ടർഫ്ലൈ എന്ന ഇനത്തിലാണ് സാജൻ പ്രകാശിന് വെങ്കല മെഡൽ നേടിയത്. 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 100 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിലാണ് സാജൻ പ്രകാശിന് വെങ്കല മെഡൽ നേടിയത്. 200 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ 1 മിനിറ്റിൽ 53.73 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് മൂന്നാമതെത്തി. 200 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ 1 മിനിറ്റ് 53.73 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് മൂന്നാമതെത്തി. അടുത്ത ചോദ്യം: 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ സ്വർണം നേടിയത് ആരാണ്? 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ സ്വർണം നേടിയത് സ്വപ്ന ജാസ്മിൻ. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ സ്വർണം നേടിയത് സ്വപ്ന ജാസ്മിൻ ആണ്. വനിതകളുടെ 45 കിലോഗ്രാം വിഭാഗത്തിനാണ് സ്വപ്ന ജാസ്മിൻ സ്വർണം നേടിയത്. വനിതകളുടെ 45 കിലോഗ്രാം വിഭാഗത്തിനാണ് സ്വപ്ന ജാസ്മിൻ സ്വർണം നേടിയത്. അടുത്ത ചോദ്യം: 38th നാഷണൽ ഗെയിം മെഡൽ ടാലിയിൽ ഒന്നാമതെത്തിയ ടീം ഏതാണ്? 38ാമത്തെ നാഷണൽ ഗെയിം മെഡൽ ടാലിയിൽ ഒന്നാമതെത്തിയ ടീം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ, സർവീസസ്. 38ാമത്തെ നാഷണൽ ഗെയിമിൽ ഒന്നാമതെത്തിയ ടീം സർവീസസ് ആണ്.
38th നാഷണൽ ഗെയിം 2025 വേദി ഉത്തരാഖണ്ഡാണ്. ഭാഗ്യചിഹ്നം മൗലി. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയായ മൊനാൽ എന്ന വാക്കിൽ നിന്നാണ് മൗലി എന്ന ഭാഗ്യചിഹ്നം ഉണ്ടായത്. വേദി ഉണ്ടായിരുന്നത് ഉത്തരാഖണ്ഡിലാണ്. ടാഗ്ലൈൻ സങ്കൽപ് സേ ശിഖാർ തക്. ദൃഢനിശ്ചയം മുതൽ ഉച്ചകോടി വരെ. ദൃഢനിശ്ചയം മുതൽ ഉച്ചകോടി വരെ എന്നതാണ് ടാഗ്ലൈൻ. 38ാമത്തെ നാഷണൽ ഗെയിംസിന്റെ ടോർച്ച് എന്താണ്? തേജസ്വിനി. ടോർച്ചിന്റെ പേര് തേജസ്വിനി. മെഡൽ ടാലി നോക്കാം. ഒന്നാമത്തെ ടീം സർവീസ് ടീമാണ്. 68 ഗോൾഡ്, 26 സിൽവർ, 27 ബ്രോൺസ്, ആകെ 121 മെഡൽസാണ് ലഭിച്ചത്. രണ്ടാമതെത്തിയത് മഹാരാഷ്ട്ര, മൂന്നാമതെത്തിയത് ഹരിയാന. കേരളത്തിന്റെ സ്ഥാനം 14ാമതാണ്. കേരളത്തിന്റെ സ്ഥാനം 14ാമത്. കേരളത്തിനാകെ 13 ഗോൾഡ് ലഭിച്ചു, 17 സിൽവർ, 24 ബ്രോൺസ്, അങ്ങനെ ആകെ 54 മെഡലുകളാണ് കേരളത്തിൽ ലഭിച്ചത്. ആദ്യമെത്തിയത് സർവീസസ്, രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര, മൂന്നാം സ്ഥാനം ഹരിയാന, 14ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. അടുത്ത ചോദ്യം, 2025 നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? 2025 23ാമത്തെ നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയാണെന്നാണ് ചോദ്യം. തമിഴ്നാട്ടിലാണ് വേദി. 2025 നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി തമിഴ്നാട്ടിലാണ്. ഹരിയാനയാണ് കിരീടം നേടിയത്. രണ്ടാം സ്ഥാനത്താണ് തമിഴ്നാടുള്ളത്. മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശ്. കിരീടം നേടിയത് ഹരിയാന, രണ്ടാം സ്ഥാനം തമിഴ്നാട്, മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശ്. വേദി ഉണ്ടായിരുന്നത് തമിഴ്നാട്. അടുത്ത ചോദ്യം, ബ്രിക്സ് യൂത്ത് കൗൺസിൽ സംരംഭകത്വം വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് 2025ന്റെ വേദി എവിടെയാണ്? ബ്രിക്സ് യൂത്ത് കൗൺസിൽ സംരംഭകത്വം വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് 2025ന്റെ വേദി ഇന്ത്യയാണ് ആൻസർ. ഇന്ത്യയിലാണ് ബ്രിക്സ് യൂത്ത് കൗൺസിൽ സംരംഭകത്വം വർക്കിംഗ് ഗ്രൂപ്പ് കമ്മിറ്റി 2025ന്റെ വേദി ഉണ്ടായിരുന്നത്. എന്താണ് തീം? യൂത്ത് എന്റർപ്രണർഷിപ്പ് ഫോർ സസ്റ്റൈനബിൾ ഗ്രോത്ത്. യൂത്ത് എന്റർപ്രണർഷിപ്പ് ഫോർ സസ്റ്റൈനബിൾ ഗ്രോത്ത് ആണ് തീം. യൂത്ത് എന്റർപ്രണർഷിപ്പ് ഫോർ സസ്റ്റൈനബിൾ ഗ്രോത്ത്. അടുത്ത ചോദ്യം, പ്രഥമ ബാലഭാസ്കർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പ്രഥമ ബാലഭാസ്കർ അവാർഡ് ലഭിച്ചത് ശ്രീനിവാസനാണ്. പ്രഥമ ബാലഭാസ്കർ അവാർഡ് ലഭിച്ചത് ശ്രീനിവാസനാണ്. ഏർപ്പെടുത്തിയത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് പ്രഥമ ബാലഭാസ്കർ അവാർഡ് ഏർപ്പെടുത്തിയത്. അവാർഡ് ലഭിച്ചത് ശ്രീനിവാസ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത ആരാണ്? ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത സുനിത വില്യംസ്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത സുനിത വില്യംസ്. 19ാമത്തെ വാക്ക് 5 മണിക്കൂർ 26 മിനിറ്റ് ആയിരുന്നു. അങ്ങനെ ആകെ നടത്തം 62 മണിക്കൂർ 6 മിനിറ്റായി. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന റെക്കോർഡ് സുനിത വില്യംസ് നേടുകയാണ്. ആകെ നടത്തം 62 മണിക്കൂർ 6 മിനിറ്റ്. അടുത്ത ചോദ്യം, കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ എന്താണ്? ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. അടുത്ത ചോദ്യം, അടുത്തിടെ ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം ഏത്? അടുത്തിടെ ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം താരനാക്കി മൗങ്ക. അടുത്തിടെ ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതമാണ് താരനാക്കി മൗങ്ക. അടുത്ത ചോദ്യം, 2025 കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നൽകി ആദരിക്കപ്പെട്ട നെൽ കർഷകൻ ആരാണ്? 2025 കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നൽകി ആദരിക്കപ്പെട്ട നെൽ കർഷകനാണ് ചെറുവയൽ രാമൻ. 2025 കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നൽകി ആദരിക്കപ്പെട്ട നെൽ കർഷകൻ ചെറുവയൽ രാമനാണ്. 2023 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 12ാമത്തെ റൈക്വ ഋഷി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 12ാമത്തെ റൈക്വ ഋഷി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2023 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2025 കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നൽകി ആദരിക്കപ്പെട്ട നെൽ കർഷകനാണ് ചെറുവയൽ രാമൻ. അടുത്ത ചോദ്യം, ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ എന്താണ്? ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. അടുത്ത ചോദ്യം, ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ദേശീയ സഹകരണ സർവകലാശാല, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. ത്രിഭുവൻ
ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദിലാണ് ഇത് സ്ഥാപിതമാവുന്നത്. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ് IRMAയിലാണ് സ്ഥാപിതമാവുന്നത്. പേര് നൽകിയിരിക്കുന്നത് ത്രിഭുവൻ സഹകാരി സർവകലാശാല. നിലവിൽ വരുന്നത് ഗുജറാത്തിൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്രയിലാണ്. അടുത്ത ചോദ്യം, 2025 ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2025 ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക്. 2025 ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക് ആണ്. എന്നാണ് വേൾഡ് ക്യാൻസർ ഡേ? 4 ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആചരിക്കുന്നത്. തീം യുണൈറ്റഡ് ബൈ യുണീക്ക്. 2025 തീം യുണൈറ്റഡ് ബൈ യുണീക്ക്. അടുത്ത ചോദ്യം, അടുത്തിടെ 600 മൈൽ അധികം ദൂരപരിധിയുള്ള ആൻറ്റി വാർഷിപ്പ് ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ച രാജ്യം ഏതാണ്? അടുത്തിടെ 600 മൈൽ അധികം ദൂരപരിധിയുള്ള ആൻറ്റി വാർഷിപ്പ് ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ച രാജ്യം ഇറാനാണ്. അടുത്തിടെ 600 മൈൽ അധികം ദൂരപരിധിയുള്ള ആൻറ്റി വാർഷിപ്പ് ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ച രാജ്യം ഇറാൻ. അടുത്ത ചോദ്യം, 100 വർഷത്തിന് ശേഷം ഇടുക്കിയിലെ മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിൽ നിന്ന് കണ്ടെത്തിയ അപൂർവ ഇനം പക്ഷിയുടെ പേരാണ് ചോദ്യം. 100 വർഷത്തിന് ശേഷം ഇടുക്കിയിലെ മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിൽ നിന്ന് കണ്ടെത്തിയ അപൂർവ ഇനം പക്ഷിയാണ് നെൽപ്പൊട്ടൻ. 100 വർഷത്തിന് ശേഷം ഇടുക്കിയിലെ മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിൽ നിന്ന് കണ്ടെത്തിയ അപൂർവ ഇനം പക്ഷിയാണ് നെൽപ്പൊട്ടൻ. ഗോൾഡൻ ഹെഡഡ് സിസ്റ്റിക്കോള എന്നും അറിയപ്പെടുന്നു. ഗോൾഡൻ ഹെഡഡ് സിസ്റ്റിക്കോള നെൽപ്പൊട്ടൻ. അടുത്ത ചോദ്യം, അടുത്തിടെ OpenAI പുറത്തിറക്കിയ AI ടൂൾ എന്താണ്? അടുത്തിടെ OpenAI പുറത്തിറക്കിയ AI ടൂളാണ് ഡീപ് റിസർച്ച്. OpenAI പുറത്തിറക്കിയ AI ടൂളാണ് ഡീപ് റിസർച്ച്. ഒരു കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി കൂടുതൽ വിവരങ്ങൾ നൽകുന്ന ടൂളാണ് ഡീപ് റിസർച്ച്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏതാണ്? കേരള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് ഇമേജ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി പാലക്കാട്. പാലക്കാടിലെ ഇമേജ് ആണ് കേരള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ്. അടുത്ത ചോദ്യം, വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കോ ബോധ്യമായാൽ വിവരം ഫോൺ വിളിച്ച് എക്സൈസുമായി പങ്കുവയ്ക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതിയുടെ പേര്? വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കോ ബോധ്യമായാൽ വിവരം ഫോൺ വിളിച്ച് എക്സൈസുമായി പങ്കുവയ്ക്കാൻ അവസരം ഒരുക്കുന്ന പദ്ധതിയാണ് നേർവഴി. പദ്ധതിയുടെ പേര് നേർവഴി. അടുത്ത ചോദ്യം, ഏകാന്ത പഥികൻ ഞാൻ എന്നത് ആരുടെ ആത്മകഥയാണ്? ഏകാന്ത പഥികൻ ഞാൻ എന്നത് ആരുടെ ആത്മകഥയാണ്? P. ജയചന്ദ്രൻ്റെ ആത്മകഥയാണ് ഏകാന്ത പഥികൻ ഞാൻ. P. ജയചന്ദ്രൻ്റെ ആത്മകഥയാണ് ഏകാന്ത പഥികൻ ഞാൻ. അടുത്ത ചോദ്യം, 2025 പുറത്തു വന്ന നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോളിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ്. 2025 പുറത്തു വന്ന നാഷണൽ വെക്ടർ ബോൺ ഡിസീസസ് കൺട്രോളിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി മരണങ്ങൾ കേരളത്തിലാണ്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനായി കേരള സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനായി കേരള സർക്കാർ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പദ്ധതി ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനായി കേരള സർക്കാർ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പദ്ധതി ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ്. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരമായ CK നായിഡു അവാർഡിന് അർഹനായത് ആരാണ്? ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരമായ CK നായിഡു അവാർഡിന് അർഹനായത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. CK നായിഡു അവാർഡിന് അർഹനായത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. രഞ്ജി ട്രോഫി 2025 കിരീടം നേടിയ ടീം ഏതാണ്? രഞ്ജി ട്രോഫി 2025 കിരീടം നേടിയ ടീം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ, വിദർഭ. 2025 രഞ്ജി ട്രോഫി കിരീടം നേടിയത് ടീം വിദർഭയാണ്. രഞ്ജി ട്രോഫി 2025 ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. ചാമ്പ്യൻസ് വിദർഭയാണ്. റണ്ണറപ്പ് ആരാണ്? റണ്ണറപ്പ് കേരള. പ്ലെയർ ഓഫ് ദി സീരീസ് ഹർഷ് ഡൂബെ, വിദർഭ. പ്ലെയർ ഓഫ് ദി സീരീസ് ഹർഷ് ഡൂബെ, വിദർഭ.
കേരള ടീമിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാപ്റ്റൻ ഉണ്ടായിരുന്നത് സച്ചിൻ ബേബിയാണ്. മുഖ്യ പരിശീലകൻ അമയ് ഖുറേസിയ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ്. സെക്രട്ടറി വിനോദ് എസ് കുമാർ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ്. സെക്രട്ടറി വിനോദ് എസ് കുമാർ. ഫൈനൽ വേദി ഉണ്ടായിരുന്നത് നാഗ്പൂരിൽ വെച്ചാണ് കേട്ടോ. ഫൈനൽ വേദി നാഗ്പൂർ. രഞ്ജി ട്രോഫി 2025 കിരീടം നേടിയ ടീം വിദർഭയാണ്. കേരള ടീമിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി, മുഖ്യ പരിശീലകൻ അമയ് ഖുറേസിയ, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ്, സെക്രട്ടറി വിനോദ് എസ് കുമാർ. രഞ്ജി ട്രോഫി 2025 ഫൈനൽ വേദി ഉണ്ടായിരുന്നത് നാഗ്പൂരിൽ വെച്ച്. ഏത് നിയമത്തിന് പകരമായാണ് പുതിയ ആദായ നികുതി ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്? ഏത് നിയമത്തിന് പകരമായാണ് പുതിയ ആദായ നികുതി ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്? ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ഇൻകം ടാക്സ് ആക്ട് 1961. ഇൻകം ടാക്സ് ആക്ട് 1961 പകരമായാണ് പുതിയ ആദായ നികുതി ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പുതിയ ആദായ നികുതി ബിൽ 2025 ആദായ നികുതി ബിൽ 1961 മാറ്റി സ്ഥാപിക്കും. പുതിയ ബില്ലിന്റെ ലക്ഷ്യം ഇന്ത്യയുടെ നികുതി സമ്പ്രദായം ലളിതമാക്കുക, നവീകരിക്കുക, കാര്യക്ഷമമാക്കുക. പുതിയതായി വന്ന ആദായ നികുതി ബില്ലിനെ ഏത് ബില്ലിനെയാണ് റീപ്ലേസ് ചെയ്തത്? ഇൻകം ടാക്സ് ആക്ട് 1961. അടുത്ത ചോദ്യം, RBI നിശ്ചയിച്ചിട്ടുള്ള നിലവിലെ റിപ്പോ നിരക്ക് എത്രയാണ്? RBI നിശ്ചയിച്ചിട്ടുള്ള നിലവിലെ റിപ്പോ നിരക്ക് എത്രയാണ്? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. 6.25. ഇൻക്രീസ്ഡ് അല്ല കേട്ടോ, ഡിക്രീസ്ഡ് ആണ് കേട്ടോ. നിലവിൽ റിപ്പോ നിരക്ക് കുറഞ്ഞതാണ്, റെഡ്യൂസ് ചെയ്തതാണ്. നിലവിലുള്ള റിപ്പോ നിരക്ക് 6.25 ആണ്. RBI നിശ്ചയിച്ചിട്ടുള്ള നിലവിലെ റിപ്പോ നിരക്ക് 6.25%. നേരത്തെ 6.5% ആയിരുന്നു. നിലവിൽ 6.25% ആണ്. RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് 2025. RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് 2025. പുതിയ റിപ്പോ നിരക്ക് എത്രയാണ്? 6.25. 0.25% വെട്ടിക്കുറച്ചു. പഴയത് 6.5% ആയിരുന്നു. വാണിജ്യ ബാങ്കുകൾ കടമെടുക്കുന്ന വായ്പകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI പലിശ ഈടാക്കുന്നു. ഈ നിരക്കിനെ റീപർച്ചേസ് എഗ്രിമെന്റ് അല്ലെങ്കിൽ റിപ്പോ നിരക്ക് എന്ന് വിളിക്കുന്നു. റിപ്പോ നിരക്കിന്റെ മറ്റൊരു പേരാണ് റീപർച്ചേസ് എഗ്രിമെന്റ്. വാണിജ്യ ബാങ്കുകൾ കടമെടുക്കുന്ന വായ്പകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI പലിശ ഈടാക്കുന്നു. ഈ നിരക്കിനെ റീപർച്ചേസ് എഗ്രിമെന്റ് ഓർ റിപ്പോ നിരക്ക് എന്നാണ് വിളിക്കുന്നത്. നിലവിലെ റിപ്പോ നിരക്ക് 6.25 ആണ്. റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35%. എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ്? വാണിജ്യ ബാങ്കുകൾ RBIയിൽ പണം നിക്ഷേപിക്കുകയും മിച്ച ഫണ്ടുള്ളപ്പോൾ പലിശ നേടുകയും ചെയ്യുന്നു. RBI നൽകുന്ന ഈ പലിശയെ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് വിളിക്കുന്നു. RBI നൽകുന്ന ഈ പലിശയെ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് വിളിക്കുന്നു. നിലവിലെ റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35% ആണ്. ബാങ്ക് റേറ്റ് ആൻഡ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി MSF 6.5% ആണ്. CRR ക്യാഷ് റിസർവ് റേഷ്യോ 4% ആണ്. SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ 18% ആണ്. ബാങ്ക് റേറ്റ് ആൻഡ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി 6.5%, CRR ക്യാഷ് റിസർവ് റേഷ്യോ 4%, SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ 18%. ചോദ്യം, 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണ്? 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണെന്നാണ് ചോദ്യം. UAE ഇസ് റൈറ്റ് ആൻസർ. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ചത് UAE ആണ്. സ്ലോജൻ ഹാൻഡ് ഇൻ ഹാൻഡ്. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ചത് UAE ആണ്. സ്ലോജൻ ഹാൻഡ് ഇൻ ഹാൻഡ്. ഇത്രയൊക്കെയാണ് ഇന്ത്യ ഭാഗത്ത് നിന്നുമുള്ള 2025 ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.